അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ അസാതിദത്തിനാ വമശായിഖിനാ വഅലാ വാലിദീനാ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി നേട്ടമുണ്ടാക്കാൻ പറ്റിയ പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. പരിശുദ്ധ റമദാനിലാണല്ലോ നാം ഉള്ളത്. ഈ മാസത്തിലുള്ള നിരവധി അത്തരം ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു പരിശുദ്ധമായ ഹദീസ്. എന്താണത്? അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മാഷാ അല്ലാഹ്. ഉറച്ച വിശ്വാസത്തോടെയും പ്രതിഫലം ആശിച്ചുകൊണ്ടും ആരെങ്കിലും പരിശുദ്ധ റമളാനിലെ നോമ്പുകൾ അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മാഷാ അല്ലാഹ്. എന്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? മൻ സ്വാമ റമളാന ഈമാന. ഈമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാനൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലും അവന്റെ റസൂലിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസമർപ്പിച്ചുകൊണ്ടും ഈ റമളാൻ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയായ എൻ്റെ മേലിൽ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ്, അത് ഉപേക്ഷിക്കുന്നത് കുറ്റകരമാണ്, അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തോടെ നോമ്പെടുക്കുക. അതാണ് ഈമാനൻ എന്ന് പറഞ്ഞാൽ. നാം പലപ്പോഴും പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ ഏറ്റവും ഇഷ്ടം അവൻ നിർബന്ധമായി കൽപ്പിച്ച കർമ്മങ്ങളെ മുറ പോലെ നിർവഹിക്കലാണ് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. പ്രസിദ്ധമായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖുദ്സിയായ ഹദീസ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. എൻ്റെ അടിമ എന്നിലേക്കെടുക്കാൻ വേണ്ടി, അതിനുള്ള ഇബാദത്ത് ചെയ്യുന്നത്, എൻ്റെ അടിമ എന്നിലേക്കെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും എനിക്കിഷ്ടം ഞാൻ അവൻ്റെ മേൽ ഫർളാക്കിയവയെ നിർവഹിക്കലാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, കഴിവുള്ളവർ ഹജ്ജ് പോലുള്ള അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളെ ഭംഗിയായി നിർവഹിക്കലാണ് എന്നിലേക്കെടുക്കാനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർഗം. മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫർളായ കർമ്മമാണ് പരിശുദ്ധ റമളാനിലെ നോമ്പ്. ആ നോമ്പിനെ ഈ പറഞ്ഞതുപോലെ വിശ്വാസമർപ്പിച്ച്, ഇതെൻ്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മമാണ് എന്ന് തുടങ്ങി നേരത്തെ പറഞ്ഞ വിശ്വാസങ്ങളോട് കൂടെ നിർവഹിക്കുക. പിന്നെന്തും കൂടെ വേണം? വഹ്തിസാബൻ, അഥവാ അതിന് വലിയ പ്രതിഫലം അള്ളാഹു തരുമെന്ന വിശ്വാസത്തോടെ, മറ്റാരെങ്കിലുമല്ല, അള്ളാഹു അതിന് തരും. അഥവാ മറ്റാർക്കോ വേണ്ടിയല്ല. റിയാ വന്നു പോവരുത്, ലോകമാന്യം വന്നു പോവരുത്. ഭാര്യ ഭർത്താവിനെ പേടിച്ചല്ല നോമ്പെടുക്കുന്നത്, ഭർത്താവ് ഭാര്യയെ ബോധിപ്പിക്കാനല്ല, അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കളെ ബോധിപ്പിക്കാനല്ല, നാട്ടുകാരെ അറിയിക്കാനുമല്ല, ജോലി സ്ഥലത്തുള്ള ബോസുമാരെയും കൂട്ടുകാരെയും അറിയിക്കാനല്ല. അത്തരം ചിന്തകളൊന്നുമില്ലാതെ, റിയാ ഇല്ലാതെ, ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും തൃപ്തിയും അവന്റെ സ്വർഗവും പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിലെ നോമ്പെടുത്താൽ എന്താണ് നേട്ടം? അതാണ് നമ്മുടെ വിഷയം. ഈ നിസ്സാര നിയ്യത്ത് നന്നാക്കൽ കൊണ്ട്, നിസ്സാരമായ ഈ വിശ്വാസം നന്നാക്കൽ കൊണ്ട്, അഥവാ അതിന് വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ റമളാനിലൊക്കെ നോമ്പ് നോൽക്കുന്നവരാണ്. ഈ നിയ്യത്തും വിശ്വാസവും നന്നാക്കിയാൽ കിട്ടുന്ന വലിയ പുണ്യമെന്താ, അല്ലെങ്കിൽ വലിയ പ്രതിഫലം എന്താണ്? അതാണ് ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്,
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മാഷാ അല്ലാഹ്. കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഈ വിശ്വാസവും ഈ നിയ്യത്തും ഉള്ളതോടുകൂടെ നോമ്പനുഷ്ഠിച്ചാൽ എന്താ പറയാ, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അറബിയിൽ ഭൂതകാലത്തെക്കുറിച്ച്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയിക്കുന്ന ഗുഫിറ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഭാവി കാലത്തെക്കുറിച്ച് അറിയിക്കുന്ന യുഗ്ഫറു എന്നല്ല പറഞ്ഞത്. പിന്നെ ഗുഫിറ, പൊരുത്തപ്പെട്ടു കഴിഞ്ഞു, നാളത്തേക്ക് നീട്ടിവെക്കുകയില്ല. അഥവാ ഇന്നവൻ നോമ്പൊക്കെ നോറ്റ് നാളത്തവൻ്റെ അവസ്ഥ നോക്കിയിട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എന്നാണോ? അല്ല. കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ എന്തു ചെയ്തു? എല്ലാ ചെറുദോഷങ്ങളും അവൻ്റെ രേഖാപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേസമയം പലിശ പോലുള്ള വൻദോഷങ്ങൾ, നിസ്കാരം ഉപേക്ഷിക്കുക പോലുള്ള വൻദോഷങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, മനുഷ്യന്മാരെ ആക്രമിച്ചത്, അവരുടെ ധനം അപഹരിച്ചത്, ഇങ്ങനെ തുടങ്ങി മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇവക്കൊക്കെ എന്ത് വേണം? അവ പൊറുക്കാൻ ആവശ്യമായ മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യണം. അപ്പോൾ പരിശുദ്ധമായ റമദാനിലാണ് നാം ഉള്ളത്. ആ റമദാനിലെ നോമ്പ്, അതിൻ്റെ നിയ്യത്ത് നന്നാക്കുക, അള്ളാഹുവിലുള്ള വലിയ വിശ്വാസം അർപ്പിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം മഹത്വങ്ങളും പുണ്യങ്ങളും പരിശുദ്ധ റമദാനിലെ നോമ്പിനും മറ്റും നൽകിയിട്ടുണ്ടോ, അതിലൊക്കെ വലിയ പ്രതീക്ഷ വെക്കുക. ആ ഒരു പ്രതീക്ഷയോടുകൂടെ ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ, നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഇത്രയും വർഷത്തിൽ നാം എത്രയോ ചെറുദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നമുക്കറിയാം, ചെറുദോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിസ്സാരമായി നാം കാണുന്ന കാര്യങ്ങളൊക്കെ ചെറുദോഷങ്ങളായി എണ്ണിയേക്കാം. അത്തരം ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് നമ്മുടെ രേഖാപുസ്തകം ക്ലിയർ ആവാൻ, പാപസുരക്ഷിതമാവാൻ ഇത് മതി, ഈ നോമ്പ് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നോമ്പുകളെ അത്തരം നോമ്പിൽ ഉൾപ്പെടുത്തട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഈമാനോടുകൂടെയും പ്രതിഫലം ആശിച്ചുകൊണ്ടുമുള്ള നോമ്പെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മെയും അവരെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മളെല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.